Hello all, welcome. So, ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ജോബ് ഓപ്പണിങ്ങിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കെമിസ്ട്രിയിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൽ വന്ന ഒരു ഓപ്പണിംഗ് ആണ്. അപ്പം നമ്മൾ oilindia.com കരിയർ ഓയിൽ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാം. എന്നിട്ട് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോവാം. അപ്പോൾ നമുക്കിവിടെ ഒരു കറണ്ട് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഈ കറണ്ട് ഓപ്പണിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ നമുക്ക് അഡ്വർടൈസ്മെന്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് ഉള്ളത്. ഈ തേർഡ് ആണല്ലോ. ഇവിടെ സിലബസ് കൊടുത്തിട്ടുണ്ട്. സിലബസിലേക്ക് വരുന്നതിന് മുന്നേ എന്താണ് റിക്രൂട്ട്മെന്റ് നോക്കുക. ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഈ തേർഡ് ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് കിട്ടും. ഇതിൽ നമുക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പൊ അതിന് മുന്നേ എന്താണ് ഈ ജോബ് എന്നുള്ളത് കാണാൻ വേണ്ടി ടു റീഡ് അഡ്വർടൈസ്മെന്റ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ വരും, ഇങ്ങനെ ഒരു പേജ് തുറന്നു കിട്ടും. ഈ പേജിൽ ഇതൊരു ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു മഹാരത്ന പബ്ലിക് സെക്ടറിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ ഇതിൽ നമുക്ക് വരുന്ന ഓപ്പണിംഗ് കുറെ അധികം ഓപ്പണിങ്സ് ഉണ്ട്. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കെമിസ്ട്രിക്ക് ആയതുകൊണ്ട് ഇവിടെ സീനിയർ ഓഫീസർ കെമിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഉണ്ട്. CH02 ആണ് കോഡ് വരുന്നത്. ഇതിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് വരുന്നത് 6 ആണ്. അതിൽ അൺറിസർവ്ഡ് 2ഉം OBC 1ഉം SC/STയും EWSഉം ഓരോ വീതമാണ് ഉള്ളത്. ഇതിന്റെ പേ ഓഫ് സ്കെയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 60,000 തൊട്ട് 1,80,000 വരെയാണ് പേ സ്കെയിൽ വരുന്നത്. നല്ലൊരു പേ സ്കെയിൽ തന്നെയാണ്. ജോബ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു ജോബാണ്. ഇവിടെ നമ്മൾ അപ്പർ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അൺറിസർവ്ഡും EWS ഒക്കെ ആണെങ്കിൽ 29 പറ്റത്തുള്ളൂ. OBC NCL ആണെങ്കിൽ 32 വരെയാണ് അപ്പർ ഏജ് ലിമിറ്റ്. SC/ST ആണെങ്കിൽ 34 വരെ ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പം ഈ ഒരു ഇത് നോക്കുന്നവർക്ക് ഏജ് ലിമിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പ്രധാനമായിട്ട് MSc കെമിസ്ട്രി ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ കെമിസ്ട്രി ഓഫ് മിനിമം 2 years ഡ്യൂറേഷൻ വിത്ത് മിനിമം 60% മാർക്ക്. അതാണ് ചോദിച്ചത്. 60% മാർക്ക് ഉണ്ടായിരിക്കണം നിങ്ങളുടെ MSc കെമിസ്ട്രിയിൽ. മാത്രമല്ല ഗ്രാജുവേഷൻ ലെവലിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നുള്ള സബ് പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ള വേറെ പോസ്റ്റ്സ് ഉണ്ട്, അതിൽ പോകുന്നില്ല. എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത പോസ്റ്റ് ആണിത്. സീനിയർ ഓഫീസർ കെമിക്കൽ എന്ന് പറഞ്ഞിട്ട് 6 പോസ്റ്റ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ ഇതിന്റെ പേ സ്കെയിൽ ആണ് കുറച്ചുകൂടി അട്രാക്റ്റീവ്. നല്ലൊരു പേ സ്കെയിൽ ആണ്. അപ്പം ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഉണ്ടാവുന്നത് ഓൾറെഡി ഇതിന്റെ അപ്ലിക്കേഷൻ ഫോം 26th of August സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻഡ് വരുന്നത് ഈ സെപ്റ്റംബർ 26th വരെയാണ് ഇതിന്റെ ഒരു ഓപ്പണിംഗ് ഉള്ളൂ. നമ്മൾ അതിന് മുന്നേ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വേറെ കുറെ അധികം ഓപ്പണിങ്സ് ഇവിടെ ഉണ്ട്. പക്ഷെ കെമിസ്ട്രി ആയതുകൊണ്ട് അത് മാത്രം ഞാൻ മെൻഷൻ ചെയ്തെന്നുള്ളൂ. ഓക്കെ, വൺ സെക്കൻഡ്. ഇനി ഇവിടെ നമുക്കറിയാം, ഇവിടെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ അല്ലെങ്കിൽ OBC-കാർക്ക് 500 രൂപ വെച്ച് കൊടുക്കണം. ഇനി SC/STയും ബാക്കി എക്സ് സർവീസ്മാനും EWS ഒക്കെ ആണെങ്കിൽ പൈസ ആപ്ലിക്കേഷൻ ഫീയുടെ ആവശ്യമില്ല. പിന്നെ നമ്മളെ ഡേറ്റ്, നമ്മളെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത് നവംബറിൽ ഫസ്റ്റിലാണ് ഒരു ടെൻറ്റേറ്റീവ് അവർ ഡേറ്റ് പറഞ്ഞത്. ഇനി ഈ CBT എക്സാമിന് എങ്ങനെയാണുള്ളത്, 100 മാർക്കാണ് നമുക്ക് ടോട്ടൽ മാർക്സ് വരുന്നത്. വെയിറ്റേജ് 85% വെയിറ്റേജ് വരുന്നത് നമ്മുടെ CBT എക്സാമിനാണ്. 2 ഫേസ് ആണ് ഉണ്ടാവുക. CBT എക്സാം ഉണ്ടാവും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തരും, പിന്നെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ. അതിൽ 100 മാർക്കിലായിരിക്കും പേപ്പർ ഉണ്ടാവുക. അതിൽ 50% നമ്മൾ സ്കോർ ചെയ്തിരിക്കണം മിനിമം. OBCയോ അല്ലെങ്കിൽ അൺറിസർവ്ഡ് EWS ഒക്കെയാണ് 50%. 100-ലാണെങ്കിൽ 50 മാർക്ക് ഉണ്ടെങ്കിൽ അവൾ ക്വാളിഫൈ ആയിട്ട് നിൽക്കുള്ളൂ. അതിൽ അധികം മാർക്സ് ഉള്ളവരായിരിക്കും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുക. പക്ഷെ 50% താഴെയുള്ളവർ അവർ ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. പിന്നെ വരുന്ന പേഴ്സണൽ ഇന്റർവ്യൂവിന് 15 മാർക്കേ ഉള്ളൂ. അത് ക്വാളിഫൈ മാർക്സ് ഒന്നും ഇല്ല അതിന്. ഓക്കെ, ഇതിൽ നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഫിസിക്കൽ ഫിറ്റ്നസ്സും അവർ നോക്കും. ഈ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഒരു മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ നടത്തും. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ഒരു വർഷം പ്രൊബേഷൻ പീരീഡ് ആണെന്നും കൂടി ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ മുഴുവൻ ഡീറ്റെയിൽസും ഇരുന്ന് കൃത്യമായിട്ട് വായിക്കുക. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 26 ഓഗസ്റ്റിൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അപ്ലിക്കേഷൻ വിൻഡോ. ഇനി ഇത് എൻഡ് ആവുന്നത് ഈ മന്ത് 26-നാണ്. സെപ്റ്റംബർ 26-ന് എൻഡ് ആവും. ഓക്കെ അല്ലേ? ഇനി 26 ഈ മന്ത് 26 അതായത് സെപ്റ്റംബർ 26 വരെയാണ് ഇവർ ആ ഒരു നമ്മളോട് പറഞ്ഞില്ലേ ഡേറ്റ്, നമ്മുടെ ഏജ് ലിമിറ്റ് പറഞ്ഞത് ആ വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് 29 പറഞ്ഞത്. 29 ഏതാണ് ഡേറ്റ് വരുന്നത്, കട്ട് ഓഫ് വരുന്നത് 26-നാണ്. 26 സെപ്റ്റംബറിന്റെ ഉള്ളിലായിട്ട് 29 താഴെ ആയിരിക്കണം നിങ്ങളുടെ ഏജ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ സിലബസ് അവർ കൊടുത്തിട്ടുണ്ട്. കെമിസ്ട്രിയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇവർ സെക്ഷൻ 2 ഇതിലാണ് ഉള്ളത്. നമുക്ക് 100 മാർക്സിലാണ് CBT എക്സാം എന്ന് പറഞ്ഞു.
ആദ്യത്തത് ഒരു 40 മാർക്സിൽ നമുക്ക് ജനറൽ ഇംഗ്ലീഷും റീസണിങ്ങും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഉണ്ടാവും. സെക്ഷൻ 2ലാണ് നമ്മുടെ കെമിസ്ട്രി ആകുമ്പോൾ അതിലുള്ള ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നോക്കിയാൽ അറിയാം 60 മാർക്സ് ആണ് കെമിസ്ട്രി, 40 നമുക്ക് ആരുണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡും റീസണിംഗ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളത് അങ്ങനെ തള്ളിക്കളയരുത്, കെമിസ്ട്രി മാത്രം പഠിച്ചിട്ട് പോകരുത്. ജനറൽ ഇംഗ്ലീഷും റീസണിംഗ് ഒക്കെ നമുക്ക് ഓൾറെഡി ഉള്ള അറിവുകൾ വെച്ച് ചെയ്യാം. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ പോവാം. ഓക്കെ, ഇനി നമ്മളെ സിലബസ്, കെമിസ്ട്രിയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇതാണ് കെമിസ്ട്രിയുടെ സിലബസ് വരുന്നത്. ഇനോർഗാനിക്കിൽ ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. കെമിക്കൽ ബോണ്ടിങ്, ആസിഡ് ബേസ്, ലാന്തനൈഡ്, ആക്ടിനൈഡ് ബ്ലോക്ക്, ഇനോർഗാനിക് ഫോട്ടോ കെമിസ്ട്രി, OMC ഉണ്ട്, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഓർഗാനിക്കിലാണെങ്കിലും എല്ലാം തന്നെ ഉണ്ട്. നമ്മുടെ സ്ട്രക്ചർ, റിയാക്ടിവിറ്റി, സ്റ്റീരിയോ കെമിസ്ട്രി, റെട്രോസിന്തസിസ്, ഹെട്രോസൈക്ലിക് എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രിയിലാണെങ്കിലും നമ്മുടെ തെർമോഡൈനാമിക്സ്, ഫേസ് റൂള്, സർഫസ്, സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി എല്ലാ ചാപ്റ്റേഴ്സ് ഓൾമോസ്റ്റ് ഉണ്ട്. പിന്നെ അനലിറ്റിക്കൽ കെമിസ്ട്രിന്നും ഒരുപാടുണ്ട്. UV, HPLC, NMR, FTIR, നമ്മുടെ IR, AFM, TEM, AFM, SEM എല്ലാം ഉണ്ട്. അതുപോലെ ഗ്രീൻ കെമിസ്ട്രിയിലും നമുക്കൊരു ടോപ്പിക് ഇവിടെ കാണാം. പിന്നെ സ്പെക്ട്രോസ്കോപ്പ്, NMR, നമുക്ക് ഇതൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ഇതിൽ പഠിക്കുന്നതാണ്. നെറ്റ് ഗേറ്റ് ഉള്ള സിലബസിലൊക്കെയാണ് എല്ലാം വരുന്നത്. എക്സ്ട്രാ വരുന്നത് ഈ ഗ്രീൻ കെമിസ്ട്രി ഒക്കെയാണ് എക്സ്ട്രാ വരുന്നത്. അപ്പൊ അതിന് നിങ്ങൾ സമയം കളയണമെന്ന് ഞാൻ പറയില്ല. ആ സമയം നിങ്ങൾ എവിടെ നോക്കുക, ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിലുള്ള കുറച്ച്, കാരണം 40 മാർക്സ് അവിടെ വരുന്നുണ്ട്. ഇത് മൊത്തത്തിൽ നിന്നാണ് 60 വരുന്നത്. അവിടെ റീസണിങ്ങും ജനറൽ ഇംഗ്ലീഷും അതുപോലെ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ 40 മാർക്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കെമിസ്ട്രി ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണെങ്കിൽ അതൊന്ന് ബ്രഷപ്പ് ചെയ്ത് പോവുക. ഗേറ്റും നെറ്റിന്റെ ഒക്കെ പഠിച്ച സിലബസ് തന്നെ വൃത്തിക്ക് ഒന്നുകൂടി പഠിച്ചിട്ട് പോവുക. എക്സ്ട്രാ വരുന്ന സിലബസ് കെമിസ്ട്രിയിൽ നോക്കാതിരിക്കുകയാണ് നല്ലത്. ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നോക്കുക, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ആ ഒരു 40 മാർക്സിൻ്റെത് വിട്ടുകളയാൻ പാടില്ല. അപ്പൊ ഇതാണ് സിലബസ് വരുന്നത്. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. ആവശ്യമുള്ളവര് അതായത് ഈ ജോബിന് അപ്ലൈ ചെയ്തവര് ഈ ഒരു അഡ്വർടൈസ്മെന്റ് ക്ലിയർ ആയിട്ട് വായിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC-കാർക്കൊക്കെ 3 years വരെയൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ അത് നോക്കുക. ഓക്കെ, അപ്പം ഇതാണ് അഡ്വർടൈസ്മെന്റ് വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്പണിംഗ് ആയിരിക്കും. അപ്പം ഇത്രയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ഒരു കരിയർ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം കാണുന്നതാണ്. എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്.